പ്രേക്ഷകരെ, അവസാനത്തെ ദിവസം ക്യാമ്പ് നടക്കുന്ന തലേ ദിവസം ശനിയാഴ്ച രാത്രിയിലെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മനുഷ്യ കടൽ തീർക്കാൻ വേണ്ടി നാളെ അന്താരാഷ്ട്ര മഹാസമ്മേളനം വേദി വെമ്പൽ കൊള്ളുമ്പോൾ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയുമായിട്ടാണ് ഈ രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ക്യാമ്പിലേക്ക് ആളുകൾ മുഴുവനും സമസ്തയുടെ പടയണി, സമസ്തയുടെ ചുടക്കുട്ടികൾ ക്യാമ്പിനെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് ആ വേദിയെ ലക്ഷ്യമാക്കി കൊണ്ടുപോകുമ്പോൾ ഈ സന്തോഷ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെയധികം മനോഹരമായ ആവേശത്തോടു കൂടി സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ആ നിമിഷ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ കാസർഗോഡ് കുണിയ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നിങ്ങളുമായി ഈ വീഡിയോ പകർത്തുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ തിങ്ങി നിൽക്കുമ്പോൾ അപ്പുറത്ത് കടകൾ, കച്ചവടങ്ങളെ കൊണ്ട് പൊടിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രേക്ഷകരെ, വിക്കായുടെ ചുണക്കുട്ടികൾ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ മാറ്റളി തീർത്ത ഒരു മനോഹരമായ കാഴ്ചയാണ് ക്യാമ്പ് സൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവരും മഹാസമ്മേളന വേദിയിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു കാഴ്ചയാണ് കാസർഗോഡ് കുണിയ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ വിശാലമായിക്കൊണ്ട് ആളുകൾ മന്ദം ക്യാമ്പ് സമ്മേളന നഗരിയിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും എന്താ പറയുക, വർണ്ണിക്കാൻ വാക്കുകളില്ല. നമ്മളുടെ കൂട്ടുകാരന്മാരും നമ്മളുടെ എല്ലാവരും സ്നേഹിതർ മുഴുവനും ഈ ക്യാമ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുമ്പോൾ, അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുമ്പോൾ വർണ്ണിക്കാൻ കഴിയാത്ത ഒരു മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മളിപ്പോൾ. സുഖല്ലേ? വമ്പിച്ച കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മളിപ്പോൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. റാത്തല്ലേ? അപ്പോൾ ക്യാമ്പ് സൈറ്റ് ഏകദേശം നാളെ ഉച്ച വരെ ഉണ്ടാവും കേട്ടോ. ഇനി എല്ലാവരുടെയും കണ്ണും ചെവിയും എല്ലാം വീക്ഷിക്കുന്നത്, കാതോർക്കുന്നത്, നോക്കുന്നത് അത് നാളത്തെ അന്താരാഷ്ട്ര മഹാസമ്മേളന വേദിയിലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കണ്ടുമാനം സമസ്തയുടെ ചുടക്കുട്ടികൾ ഇവിടെ സംഘടിച്ച, അതല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയ, അതല്ലെങ്കിൽ മനുഷ്യക്കടൽ തീർത്ത, അതല്ലെങ്കിൽ പാൽക്കടലായി മാറിയ ആ ഒരു മഹനീയ വേദിയാണ്, ക്യാമ്പ് സൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചരിത്രത്തിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച 33,313 ആർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ക്യാമ്പ് സൈറ്റിന്റെ അകത്തെ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പ്രേക്ഷകരെ പങ്കുവെക്കുന്നത്. നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ പറയുന്നതിനപ്പുറം നിങ്ങൾ ഇത് കൺകുളിർക്കെ കാണുക, ഇത് കൺകുളിർക്കെ ശ്രമിക്കുക. എന്ത് മനോഹരമാണ് സമസ്തയുടെ മക്കൾ ഒരുമിച്ച് കൂടിയ ഇസ്സത്തിന്റെ വഴി, അഭിമാനത്തിന്റെ വഴി, ഐശ്വര്യത്തിന്റെ വഴി. മഹാരഥന്മാര്, ഔലിയാക്കള്, പണ്ഡിതന്മാര് ഈ സംഘടനയെ ആവോളം സ്നേഹിച്ച് ഈ വഴിയിലൂടെ നടന്ന് ഈ നിലയിലെത്തിയ 100ാം വാർഷികം ഇത്രത്തോളം വിപുലമായി നടക്കുമ്പോൾ ഇത് കറാമത്തിന്റെ, ഔലിയാക്കളുടെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ബറക്കത്തും കറാമത്തും പൊരുത്തവുമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. പ്രേക്ഷകരെ, വികായയുടെ മക്കള് ഭക്ഷണം വിതരണം ചെയ്യുന്ന ക്യാമ്പ് സൈറ്റിലേക്ക് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപൂർവങ്ങളായ ഒരു സമ്മേളനം തന്നെയാണെന്ന് നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സമ്മേളനം 200ാം വാർഷികമാണ് കേട്ടോ. അതിന് നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും, ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നിരുന്നാലും ഈ ഒരു വമ്പിച്ച സമ്മേളനം വിപുലമാക്കിയ സമസ്തയുടെ മക്കൾക്ക് എത്രത്തോളം സ്നേഹമാണ്, എത്രത്തോളം അവരുടെ മഹാരഥന്മാരുടെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉണ്ടാവുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഈ വമ്പിച്ച മഹാസമ്മേളനം വളരെയധികം അതുപോലെ വിക്കായ വിങ്ങും വമ്പിച്ചമായി സന്തോഷത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രേക്ഷകരെ, പറയാൻ വാക്കുകളില്ല. അതിനപ്പുറമാണ് നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പഠനം നടത്തിയപ്പോൾ അവർക്കും ബോധ്യമായി സമസ്ത കേരള ജമിയത്ത് എന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയാം.
സത്യമെന്ന് അവർക്കും ബോധ്യമായി. മഹാനായ ആര് ഈ സമസ്തക്കെതിരെ കളിച്ചാലും അവർക്ക് പാഠം പഠിപ്പിക്കുക തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഭാരതന്മാര് പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അത്രക്ക് മഹത്വമേറിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത സഭ എന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രേക്ഷകരെ, പറയുന്നതിനപ്പുറം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു മനസ്സ്, ഈ ജനസാഗരം ഒന്ന് നിങ്ങൾ വീക്ഷിക്കുക. അതേത് കാലത്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിന് സമസ്തയെടുത്ത ഒരു തീരുമാനവും ഇക്കാലം വരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. ഇനി കാലാകാലം തിരുത്തേണ്ടി വരികയുമില്ല. അല്ലാഹു അക്ബർ. ഇലാഹിയായ തൗഫീഖുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കഴിഞ്ഞ ദിവസം ആരോടും പറയുന്നില്ല, പെട്ടെന്നായിരിക്കും വരിക. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് സമ്മേളനം തുടങ്ങിയിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാധാരണ സംരംഭമായി കാണരുത്, ഇതൊരു ചെറിയ സംരംഭമായിട്ട് കാണരുത്, ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സംഭവമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കൾ ഒരുമിച്ച് കൂടുന്ന സംഗമമാണ് കുണിയിൽ നടക്കുന്നത്. നിങ്ങളതിന്റെ ഗൗരവത്തോടെ കാണണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സാധാ പ്രസ്ഥാനമല്ല, ചെറുതായി കാണേണ്ട ഒന്നല്ല. അതിന് അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളുടെ മദതുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തു, തബ്ലീഗ് ജമാഅത്തിൽ പിഴച്ച പ്രസ്ഥാനമാണ്, ഒരു നിലക്കും അതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും, തബ്ലീഗ് ജമാഅത്ത് അത് വേഷം കെട്ടിയ വഹാബിസമാണെന്നുള്ളത്. വഹാബികളുടെ എന്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടോ അതേ ആശയങ്ങളൊക്കെ ഇന്ന് തബ്ലീഗ് ജമാഅത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്തൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ ഇന്ന് തബ്ലീഗ് ജമാഅത്ത് എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ സംഭവങ്ങൾ കാണാൻ കഴിയും. തബ്ലീഗ് ജമാഅത്ത് പറയുന്ന വിഷയമാണ്, വഹാബികൾ പറഞ്ഞ അതേ വിഷയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യജ്ഞാനം അറിയുമോ ഇല്ലേ എന്ന്. മുത്തുനബിക്ക് മറഞ്ഞ കാര്യം അറിയുമോ ഇല്ലേ? വഹാബികൾ പറയുന്നു ഇല്ല. അതേ നിലപാടാണ് തബ്ലീഗ് ജമാഅത്ത് സ്വീകരിക്കുന്നത്. തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ, അവരുടെ പുസ്തകത്തിൽ കാണാം, നബിമാർക്ക് ഇൽമുൽ ഗൈബ് ഇല്ലാത്തതിനാൽ യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കൽ അനുവദനീയമല്ല. ഇൽമുൽ ഗൈബ് മുഖേന തങ്ങൾ ദൂരത്തു നിന്നുള്ള വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ അത് കുഫ്റാണ്. നമ്മളൊക്കെ എപ്പോഴും വിളിക്കുന്നവരല്ലേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നമ്മളെപ്പോഴും വിളിക്കുന്നവരല്ലേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ അവൻ കാഫിറാണ്. ഇത് പഠിപ്പിക്കുന്നവരാ. വഹാബികൾ ഇത്ര സ്ട്രോങ് ആയി പറയുന്നില്ല, വഹാബികളെക്കാൾ സ്ട്രോങ് ആയിക്കൊണ്ട് ഒന്നുകൂടി ഗൗരവത്തോടെ തബ്ലീഗ് ജമാഅത്ത് പറയുന്നു, അങ്ങനെ ഒരാൾ മുത്തുനബി കേൾക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുന്നതാണ്. ഇത്ര ഗൗരവമാണ് തബ്ലീഗ് ജമാഅത്ത് നോക്കുന്നത്. മുത്തുനബിയെ വിളിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. നിസ്കാരത്തിൽ മറ്റുള്ളതിനെ കുറിച്ച് ഓർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവരുടെ പുസ്തകത്തിൽ പറയുന്നത് വാക്യം വായിക്കാം. തന്റെ ചിന്തയെ പൂർണ്ണമായി തിരിച്ച് അതിൽ മാത്രം മൊഴികൾ, അത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചാണെങ്കിലും ശരി, തന്റെ കാള, കഴുത എന്നിവയുടെ ചിന്തയേക്കാൾ മോശമായതാണ്. നിസ്കാരത്തിലെ റസൂലുള്ളാഹിനെ ഇങ്ങനെ നന്നായിട്ട് ഓർക്കുക എന്നുള്ളത് കാളയെ ഓർക്കുന്നതിനേക്കാൾ ഗൗരവമാണ്, കഴുതയെ ഓർക്കുന്നതിനേക്കാൾ മോശമാണ്. കഴുതനെ ഓർത്താലും കാളയെ ഓർത്താലും മുത്തുനബിയെ ഓർക്കാൻ പറ്റില്ല. മഅദല്ലാഹ്, മുഅ്മിനീങ്ങളെ ചിന്തിക്കൂ, ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പിന്നാലെ കൂടാൻ പറ്റുമോ? ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പിന്നാലെ കൂടാൻ പറ്റുമോ? എത്ര ഗൗരവമുള്ള വാക്കാണ് അവർ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഹദീസുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ്